ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുറത്ത് നല്ല മഴയും നല്ല ഇരുട്ടും എല്ലാം കണ്ടുകൊണ്ട് ഇമ്മക്കുട്ടിക്കൊരാഗ്രഹം ഉള്ളിബജി എന്നാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ പറയുന്നത്. ചിലയിടത്ത് ഉള്ളിപ്പക്കോട എന്നും പറയാറുണ്ട്. ഇവിടെ ഉള്ളിപ്പക്കോട എന്നാണ് പറയുന്നത്. എല്ലാം ഒന്ന് തന്നെ. ഉള്ളിബജിയും ഉള്ളിവടയും ഉള്ളിപ്പക്കോടയും ഒക്കെ ഒന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ടേസ്റ്റ് എല്ലാം ഏകദേശം ഒരുപോലെ. ഇമ്മക്കുട്ടി എന്നോട് പറഞ്ഞു, അമ്മേ ഇതാ ഉള്ളിബജി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതെല്ലാം റെഡിയാക്കിയപ്പോഴത്തേക്ക് നല്ല ഉറക്കമായി. ഏതായാലും അവൾക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത്. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡായിരുന്നു. അതുകൊണ്ട് ഇമ്മക്കുട്ടിക്ക് വേണ്ടി ഈ മഴയത്ത് കഴിക്കുവാൻ ചൂട് ഉള്ളിബജി ഉണ്ടാക്കി. ഇമ്മക്കുട്ടി എഴുന്നേറ്റ് വരുമ്പം അത് ചൂട് തണുപ്പായി മാറുമായിരിക്കും. എന്തായാലും ഉള്ളിബജി കടലമാവും പച്ചമുളകും, നമ്മുടെ നീതുവിൻ്റെ ഭാഷയിൽ പച്ചപ്പറങ്കി അല്ലേ, പച്ചമുളകിന് അതും എല്ലാം ആഡ് ചെയ്താണ്. പക്ഷേ ഞാൻ പച്ചപ്പറങ്കി ആഡ് ചെയ്തില്ല കേട്ടോ നീതു. എന്തായാലും കാരണം ഇമ്മക്കുട്ടിക്ക് ആ എരിവ് പറ്റത്തില്ല. അതുകൊണ്ട് കറിവേപ്പില ഇട്ടാൽ പോലും പച്ചമുളകാന്ന് പറഞ്ഞ് അവൾ എടുത്ത് മാറ്റും. ഏതായാലും എല്ലാവരും വാ, നമുക്ക് ഉള്ളിബജി കഴിക്കാം.